ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ UAE വാർ എക്സ്പീരിയൻസ്. വാർ നടന്ന ടൈമിൽ ഇവിടെ എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, അതിനെപ്പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. സോ പുള്ളി ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ട് ഫുഡും കഴിച്ച് നല്ലപോലെ ഉറക്കമായിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് ഫോണിൽ തന്നെ റിയാലിറ്റി ഷോസും പ്രോഗ്രാംസും അതൊക്കെ ഉണ്ടായിരുന്നു. അതപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് കാതിലും ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. ഫുൾ വോളിയത്തോടെ വെച്ചിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ യുദ്ധം നടക്കുന്നതോ സൗണ്ട് കേൾക്കുന്നതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇടയ്ക്കൊന്ന് ജസ്റ്റ് വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെഡ്സെറ്റ് ഊരിയപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് മഴ പെയ്യുന്നതായിരിക്കും, മഴ വരുന്നു, ഇടി വെട്ടി മഴ പെയ്യുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പ്രോഗ്രാംസും എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് റീൽസും നോക്കി ന്യൂസൊക്കെ നോക്കിയപ്പോഴാണ് ഇവിടെ യുദ്ധം നടക്കുന്നു. ഇറാനും US ആയിട്ടുള്ള യുദ്ധം ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ഹസ്ബൻഡ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി നല്ല ഉറക്കത്തിലായതുകൊണ്ട് കാര്യമായിട്ട് എടുത്തില്ല. വലിയ ഒരു ഇഷ്യൂ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു അങ്ങ് നമ്മൾ ഇരുന്നു. പിന്നെ പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പുള്ളി അങ്ങ് പോയി. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ 1 മണി സമയത്തൊക്കെ ആയപ്പോഴത്തേക്ക് അലേർട്ട് വരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ശരിക്കും പേടിച്ചു പോയി. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, ഇങ്ങനെയാണ് അലേർട്ട് വരുന്നു എന്നൊക്കെ. നമ്മൾ ശരിക്കും നല്ലപോലെ പേടിച്ചു. കാരണം നമ്മൾ ഇന്ത്യയിലുള്ള ടൈമിലും പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള വാർ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ആകുമെന്ന് വിചാരിച്ചു. നല്ലപോലെ പേടിച്ച് ഭയന്നുപോയി. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, കിടന്നുറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഉറങ്ങാൻ പറ്റണ്ടല്ലോ, അലേർട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്ക് ടു ബാക്ക് കുറേ അലേർട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ നൈറ്റ് എങ്ങനെയൊക്കെയോ പിന്നെ ഉറങ്ങി. ഒരു 2 hours 3 hours ഉറങ്ങിയിട്ടുള്ളൂ. ഹസ്ബൻഡ് വരുന്നവരെ ടെൻഷനായിരുന്നു. പിന്നെ പുള്ളി വന്നു കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആയി, കുഴപ്പമില്ല. രാത്രി പിന്നെ ഒറ്റയ്ക്ക് കിടക്കുന്നത് കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടും കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോമായിരുന്നു. ഒരു 2-3 days വർക്ക് ഫ്രം ഹോമായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഓഫീസിൽ പോകാൻ തുടങ്ങി. നോർമൽ തന്നെയായിരുന്നു. നോർമൽ എങ്ങനെയാണോ നമ്മളിവിടെ UAE ജീവിക്കുന്നത് അതുപോലെ തന്നെയാണോ, വാറൊന്നോ ഒന്നൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ്, എവിടെയാണ്, സേഫാണോ. കാരണം അവർക്ക് ഞാൻ ന്യൂസൊക്കെ കേട്ടിട്ട് നല്ല ടെൻഷനായിരുന്നു. വീട്ടിലും അതുപോലെ, എൻ്റെ വീട്ടിലും അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും നല്ല ടെൻഷനായിരുന്നു ഇതൊക്കെ കേട്ടിട്ട്. പക്ഷെ നമ്മൾ സേഫാണ്. നമ്മുടെ സെക്കൻഡ് ഹോം കൺട്രി അബുദാബി ഈസ് ദി സേഫസ്റ്റ് പ്ലേസ്. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ മിലിറ്ററി, UAE മിലിറ്ററി നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ടെബ്രിസ് വീണ് ആൾക്കാർക്ക് പരിക്കേറ്റും പിന്നെ കുറച്ച് മരണവും സംഭവിച്ചു. അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, സേഫ് തന്നെയായിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു UAE മിലിറ്ററി. നമ്മുടെ ഗവൺമെൻറ് സമ്മതിക്കണം. കാരണം ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഒന്നും. കാരണം ചിലവരൊക്കെ പറയും വാറാണ്, റൂമിൽ തന്നെ ഇരിക്കണം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കൊടുക്കും. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഫ്രീ തന്നെയായിരുന്നു. പിന്നെ ഇതുപോലെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോഗ്രാഫീസോ ഒന്നും അലൗഡ് അല്ല. ആൾക്കാർക്ക് ഫൈൻ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 weeks അങ്ങനെ തന്നെ പോയി. പിന്നെ ഇടയ്ക്ക് അലേർട്ട് വരും. അലേർട്ട് വരുമ്പോൾ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സേഫായിട്ടിരിക്കണം, പുറത്തിറങ്ങി നടക്കാൻ ബാക്കിയാണ്. സീസ് ഫയറായി, ഓൾ ഗുഡ്. നമ്മൾ സേഫായിട്ടിരിക്കുന്നു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ വാർ സമയത്ത് എല്ലാവരും എന്നോട് ചോദിച്ചു, സേഫല്ലേ, എങ്ങനെയാണ്, അവിടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. ഇവിടെ സേഫായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ഓൾ. ബൈ ബൈ.